ഒരു മൗത്ത് വാഷ് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഈ മൗത്ത് വാഷ് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു മൗത്ത് വാഷ് ആണ്. ഇത് നമ്മൾ വായിൽ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല്ലുവേദന പോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാറാനും അതുപോലെ തന്നെ നമ്മുടെ മൗത്തിലെ ബാഡ് സ്മെല്ല് മാറാനും ഒക്കെ സഹായിക്കും. എങ്ങനെയാണ് ഈ ഒരു മൗത്ത് വാഷ് തയ്യാറാക്കുക എന്നും എന്താണ് ഇതിന്റെ ചേരുവ എന്നും അറിയാനായിട്ട് വീഡിയോ നോക്കാം. മൗത്ത് വാഷ് തയ്യാറാക്കാൻ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് പേരയിലയാണ്. പേരയില ധാരാളം ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമാണ്. വായിലെ അണുക്കളെ നശിപ്പിക്കാനും പല്ലുവേദന കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. മോണവീക്കം, മോണയിലെ രക്തസ്രാവം തുടങ്ങിയവ കുറയ്ക്കാനും പേരയില കൊണ്ട് തയ്യാറാക്കുന്ന മൗത്ത് വാഷ് സഹായിക്കും. തൊണ്ടവേദന, വായ്പുണ്ണ് എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകാനും ഇത് നല്ലതാണ്. വേദന കുറയ്ക്കാനും അൾസർ വേഗത്തിൽ സുഖപ്പെടുത്താനും പേരയിലേക്ക് പ്രത്യേക കഴിവുണ്ട്. യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, വായിലെ ബാഡ് സ്മെല്ല് ഇല്ലാതാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇവിടെ 5-6 പേരയില കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം നമുക്ക് അല്പം ഉപ്പ് കൂടി വേണം. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് ചെറുതായി ഒന്ന് മുറിച്ചതിന് ശേഷം പേരയില ഇട്ട് കൊടുക്കാം. ഇത് നന്നായി തിളച്ചു വരാൻ അനുവദിക്കുക. ചെറു തീയിൽ നന്നായി തിളപ്പിക്കണം. നന്നായി തിളച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ ഓഫാക്കാം. വെള്ളത്തിനൊരു ചെറിയ പച്ച നിറമൊക്കെ ആയി വന്നിട്ടുണ്ട്. പേരയിലയുടെ മുഴുവൻ ഗുണങ്ങളും വെള്ളത്തിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. 2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് 1 ഗ്ലാസ്സായി ഇവിടെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പിട്ടിളക്കി കൊടുക്കാം. റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഇത് തണുപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ മൗത്ത് വാഷ് പോലെ വായിൽ കൊണ്ട ശേഷം ഇത് തുപ്പിക്കളഞ്ഞാൽ മാത്രം മതിയാകും. ഇതൊരു ബോട്ടിലിൽ ഒഴിച്ച് സൂക്ഷിക്കാവുന്നതാണ്. തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു മൗത്ത് വാഷ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.